നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ കുംഭമേള, മഹാകുംഭമേള അലഹബാദിൽ നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ. കുംഭമേള വന്ന് 4 സ്ഥലങ്ങളിൽ നടക്കും. ഒന്ന് അലഹബാദ്, പിന്നെ ഉജ്ജയിനിൽ ഷിഫ്ര നദിയിൽ നടക്കും. പിന്നെ മൂന്നാമത് ഇവിടെ നാസിക് കുംഭമേള. അടുത്ത 4வது ഹരിദ്വാറിലുള്ള കുംഭമേള. അപ്പോൾ ഇവിടെ വന്ന് എന്തോന്ന് വിശേഷം വെച്ചാൽ അലഹബാദ് കുംഭമേളയിലെന്ന് വെച്ചാൽ അവിടെ വന്ന് ഗംഗ, യമുന, സരസ്വതി 3ഉം സംഗമിക്കുന്ന സ്ഥലത്താണ് കുംഭമേള. ആൾറെഡി ഈ 3 നദിയും സംഗമിക്കുന്ന സ്ഥലത്ത് ഒരു വൈബ്രേഷൻ, ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. അതായത് കുംഭമേള ഈ അലഹബാദിൽ നിങ്ങൾ പോയി ആ ത്രിവേണി സംഗമത്തിൽ നോക്കി അങ്ങനെ നിന്നാൽ ഇടത് കൈഭാഗത്ത് ഗംഗയാണ് ഓടി വരുന്നത്. അത് വന്ന് ക്രിസ്റ്റൽ ക്ലിയർ. വലതു ഭാഗത്ത് ഓടി വരുന്നത് യമുന. അത് വന്ന് കുറച്ച് നീല നിറത്തിലിരിക്കും. യമുന എന്ന് പറയുന്നത് യമൻ്റെ പുത്രി. അത് വന്ന് ഉരുവായി വരുന്നത് യമുനോത്രി. ഇവിടെ വന്ന് ഗംഗ വരുന്നത് ഗംഗോത്രി. അതിൻ്റെ മുകളിലും പോകണം. അതിൻ്റെ മുകളിലും പോയി ഗോമുഖം, അതിൻ്റെ നന്ദപർവ്വത്തിൽ നിന്ന് ഒരു ഇത്ര എന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. പിന്നെ അത് വന്ന് ഗോമുഖത്തിൽ വന്ന് അതിൻ്റെ നിന്ന് വലിയ ഗംഗോത്രിയിലാണ് വലിയ ഷേപ്പ് എടുക്കുന്നത്. ഗംഗോത്രിയിൽ ആര് വേണമെങ്കിലും പോകാം. ബസ് സർവീസ് അടുത്തുവരെ ഉണ്ട്. ഞാൻ പല പ്രാവശ്യമുണ്ട് പോയിട്ടുണ്ട്. ആൾക്കാരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ഗംഗോത്രി. യമുനോത്രി ആകുമ്പം അത് കുതിരയിൽ തന്നെ പോകണം. സോ ഇപ്പോൾ എന്തെന്ന് ഗംഗ യമുന രണ്ടും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ മിസ്റ്റിക് സരസ്വതി വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ മിസ്റ്റിക് സരസ്വതി എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾക്ക് മനസ്സിലാവില്ല. ബട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ത്രിവേണി സംഗമം അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്. കാരണം വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിന് അളക്കാൻ പറ്റും എത്ര ക്യൂസെക് വാട്ടറാണ് വരുന്നത് പെർ സെക്കൻഡ്. ഗംഗയിൽ ഇത്ര പെർ സെക്കൻഡ് ഇത്ര ക്യൂസെക് വരികയാണ്. അടുത്തത് യമുനയിൽ ഇത്ര ക്യൂസെക് വെള്ളം വരികയാണ്. പക്ഷേ അത് ജോയിൻ ചെയ്ത ശേഷം പിന്നെ അളന്ന് നോക്കിയാൽ അവിടെ ഇതിനേക്കാളും കൂടുതൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം എവിടെ വരുന്നു വെച്ചാൽ അടിയിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യുന്നു. അടിയിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന സയൻറ്റിഫിക്കാ ഒരു 40 കൊല്ലത്തിന് മുമ്പ് വെസ്റ്റേൺ സയൻറ്റിസ്റ്റ് അന്ന് ഇമയമല റേഞ്ചിലുള്ള ഒവ്വൊരു ലേക്കിലായിട്ട് കളർ കലക്കി വിട്ടപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ലേക്കിൽ പോയപ്പോൾ അത് എങ്ങനെ ഇവിടെ ഓപ്പണായി. അത് എങ്ങനെ ഓപ്പണായി സയൻറ്റിഫിക് തന്നെ. ഹണിക്കോംബ് റാക്ക് എന്നുണ്ട്. ആ റോക്കിൽ ഈ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് വഴി ഭൂമിയുടെ അടിയിൽ ഇറങ്ങി അത് ഓടി ഇവിടെ ജോയിനായി ഓപ്പണാക്കുന്നു. 2 നദികൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ പുതൈ മണൽ ഇങ്ങനെ അങ്ങനെ പോയിക്കാൽ പല 1000 അടി വരെ സോഫ്റ്റായിട്ടുള്ള ഒരു മണ്ണ് ഫാമായി കിണർ മാതിരി ഒരു ഇത് ഫാമാവും. അപ്പോൾ അടിയിലോട്ട് വരുന്ന ഈ സരസ്വതി അതുവഴിയായിട്ട് മുകളിൽ വെള്ളത്തിൽ ജോയിൻ ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട് സയൻറ്റിഫിക്കായി. ഇങ്ങനെ പാതാള ഗംഗ എന്ന് ശ്രീശൈലത്ത് പോയാൽ ഗംഗ അടിയിലൊന്ന് പൊങ്ങി വരികയാണ്, പാതാള ഗംഗ. അപ്പോൾ ഇതൊക്കെ നാച്ചുറലാണ്, സയൻറ്റിഫിക്കാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അവിടെ കുളിച്ചാൽ ഒരു വൈറ്റൽ എനർജി കിട്ടും. അതായത് വാട്ടർ എന്നിരിക്കുന്നത് വെള്ളത്തെ നിങ്ങൾ വെച്ച് അതിൽ ഗംഗാ മന്ത്രം അല്ലെങ്കിൽ എല്ലാ നദികളുടെ പുണ്യ മന്ത്രങ്ങൾ പറഞ്ഞ് ജലമുദ്ര ചെയ്ത് മന്ത്രം പറഞ്ഞാൽ മാലിക്കുലാർ അറേഞ്ച്മെൻറ്റ് മാറും. വെള്ളം നിങ്ങൾ ഒരു കണ്ണാടി പാത്രത്തിൽ വയ്ക്കുക. അതിനെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മാലിക്കുലർ അറേഞ്ച് ഒരുവിധമായിരിക്കും. അതിനെ ഒരു കമണ്ഡലത്തിൽ വെച്ച ശേഷം നോക്കിയാൽ അതിൻ്റെ മാലിക്കുലർ അറേഞ്ച്മെൻറ്റ് വേറെ വിധമായിരിക്കും. അപ്പോൾ അതിൽ സ്പിരിച്വൽ എനർജി ഏറുമ്പോൾ മാലിക്കുലർ അറേഞ്ച്മെൻറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുംഭമേള 12 കൊല്ലത്തിന് കുംഭമേള വരുമ്പോൾ അവിടെയുള്ള ഗ്രഹനിലയിൽ അവിടെ നിന്ന് എനർജി ആ പർട്ടിക്കുലർ സ്പോട്ടിൽ ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ അത് ഇറങ്ങുമ്പോൾ അതിൽ സ്പിരിച്വൽ എനർജി ഭയങ്കരമായിട്ടിരിക്കും. അതിൽ കുളിച്ചാൽ ദേഹത്തിലുള്ള ഒവ്വൊരു സെല്ലിനും ആ എനർജി കിട്ടും.
എനർജി കിട്ടുക, സ്പിരിച്വൽ എനർജി കിട്ടിയാൽ ഫസ്റ്റ് ഒന്ന് ആരോഗ്യം, രണ്ടാമത് ആത്മീകം. അപ്പോൾ ഒന്ന് ആരോഗ്യം കിട്ടും, ആത്മീകം കിട്ടും. അപ്പോൾ എന്തോന്നാണ് പാപം പോകുമെന്ന്. പാപം എന്ന് പറയുന്നത് അതൊരു വൈബ്രേഷൻ ലെവലിലാണ് ഓരോരുത്തരിലും സ്റ്റോറായിരിക്കുന്നത്, ആസ്ട്രൽ ബാഡിയിലും കാസൽ ബാഡിയിലും. അപ്പോൾ നിങ്ങളതിൽ മുങ്ങി കുളിക്കുമ്പോൾ ആ വൈബ്രേഷനെ ഈ സ്പിരിച്വൽ വൈബ്രേഷൻ ക്യാൻസൽ ചെയ്യും. വൈബ്രേഷൻ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ തോട്ട്സൊക്കെ വൈബ്രേഷൻ ലെവലിലാണ് പല സ്ഥലങ്ങളിലും മൂലാധാരത്തിൽ സ്റ്റോറായിരിക്കുന്നു, പല ആധാരങ്ങളിലും സ്റ്റോറായിരിക്കുന്നു. അതിനെ വന്ന് ആ സ്പിരിച്വൽ എനർജി, ആ വെള്ളത്തിലുള്ള സ്പിരിച്വൽ എനർജി ഡിസോൾവ് ചെയ്യും. ഇതൊരു സയൻറ്റിഫിക്കാണ്. അപ്പോൾ ഒന്ന് റീജുവനേറ്റ് ആവും, മൈൻഡ് ഫ്രഷ് ആവും, ആത്മാവും ഒരു സുഖമായിട്ടുള്ള അനുഭവം കിട്ടും. അതിനാണ് ഈ കുംഭമേള 12 കൊല്ലത്തിന് ഒരുക്ക വരുന്നത്. ഈ 12 കൊല്ലത്തിന് ഒരുക്ക അവർ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് കുളിച്ചുകൊണ്ടിരുന്ന അവർക്ക് റീജുവനേറ്റ് ആവും, സ്പിരിച്വൽ ഇത് കിട്ടും. 12 കൊല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 12 കൊല്ലം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അടുത്ത കുംഭമേള ഇതായി ഈ ഇവിടെ വന്ന് ഈ കൊല്ലത്ത് അടുത്തത് ഉജ്ജയിനിൽ വരും, ഇനി ഈ കൊല്ലം വരും. അപ്പോൾ അതിന് അവിടെയും കുളിക്കാം. അടുത്തത് ഉജ്ജയിൻ വന്ന് അടുത്ത 12 കൊല്ലം കഴിഞ്ഞാൽ അവിടെ വരും. അതേപോലെ നാസിക്കിൽ വന്നാൽ 12 ഇയേഴ്സ് കഴിഞ്ഞാൽ വരും. പക്ഷേ ഒരു 12 റൗണ്ട് സർക്കിളിൻ്റെ അകത്ത് 4 കുംഭമേള നിങ്ങൾക്ക് കുളിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കുംഭമേളയിൽ കുളിച്ചാൽ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ റീവൈറ്റലൈസ് ആവും. ഒരു സെല്ലിനും സ്പിരിച്വൽ എനർജി കിട്ടും, അസുഖങ്ങളിരുന്നാൽ മാറും, ബാഡ് കർമ്മ റിമൂവ് ആകും. ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അതിനെ ഒന്ന് ജനങ്ങൾ വന്ന് ഹിന്ദു മതത്തിലുള്ള ഇത് സയൻറ്റിഫിക് ഇതാണ്. ഒരു 40 കോടി പേര് ഒരു കുംഭമേളയിൽ ഈ കൊല്ലം കുളിക്കുന്നതാണ് ഉള്ളത്. ഒരു ദിവസത്തിൽ തന്നെ 40 ലക്ഷം പേര് വന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ വന്ന് എന്തെന്ന് വെച്ചാൽ ഇത് ഒരു സയൻറ്റിഫിക് പ്രോസസ്സ്, റീജുവനേറ്റിംഗ് പ്രോസസ്സ്, നെഗറ്റീവ് എനർജി റിമൂവിങ്, ഡിസോൾവിങ് പ്രോസസ്സ്. അത് കാരണം വെച്ചാൽ ഈ ഗംഗയ്ക്കും ഇവർക്ക് ആസ്ട്രൽ എനർജി ഒരുപാടുണ്ട്, ആകാശഗംഗയാണ്. അപ്പോൾ അതിൽ വാട്ടർ പ്ലസ് സ്പേസ് എനർജി ധാരാളമുണ്ട്. ആ സ്പേസ് എനർജി ഉള്ള ഇതിൽ അതിൻ്റെ കൂടെ ഈ സോഡിയാക്ക്, ഈ ഗ്രഹത്തിൻ്റെ ഫേവറുമുള്ള സമയത്ത് കുളിച്ചാൽ അവരുടെ മൈൻഡിലുള്ള ഇത് ക്ലെൻസിങ് പ്രോസസ്സ് നടക്കും, ഡീടാക്സിഫിക്കേഷൻ നടക്കും, ഫിസിക്കൽ ബോഡിയിലുള്ള ഡീടാക്സിഫിക്കേഷൻ നടക്കും, ബ്രെയിൻ ഡീടാക്സ് ക്ലിയർ ആകും, മൈൻഡ് ക്ലെൻസ് ആവും. അങ്ങനെ പല പ്രാണിക് ലെയറിൽ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു ശുദ്ധീകലശമാണ്. മനുഷ്യനുക്ക് ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി, കാസൽ ബോഡി എല്ലാത്തിലും ഒരു ശുദ്ധീകരണം കിട്ടുന്നതാണ് ഈ കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നത്. അത് ചാൻസ് മിസ് ചെയ്യാതെ பயன்படுത്താൻ പറ്റുമെങ്കിൽ பயன்படுത്തുക. നന്ദി, നമസ്കാരം.